السلام عليكم ورحمة الله وبركاته. قل لن يصيبنا إلا ما كتب الله لنا. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ, മർഹമത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മയിലാണ് നാം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം ഒറ്റയടിക്ക് ഒരു ഉരുൾപൊട്ടലിന് വിധേയമായി മരണത്തിൻ്റെ കണക്കുകൾ എത്രയെന്ന് കൃത്യമായി അടയാളപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ഭൗതിക സംവിധാനങ്ങൾ അന്താളിച്ചു നിൽക്കുന്നതിൻ്റെ മുന്നിൽ പ്രകൃതിയും ഈ പ്രകൃതിയുടെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം, ആ പ്രകൃതിയിൽ സംവിധാനിച്ച ജീവജാലങ്ങളിൽ ഉത്കൃഷ്ടനായ മനുഷ്യനും അവന്റെ ഉടമയും തമ്മിലുള്ള ബന്ധം താത്വികമായ ഈ വിലയിരുത്തലിന്റെ മുന്നിൽ ഇസ്ലാമിക വിശ്വാസിക്ക് അവന്റെ ബോധതലത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചിന്തകൾ ഉണർത്തിക്കൊണ്ട് കാലത്തിന്റെ ചക്രവാളങ്ങളിൽ പലപ്പോഴും ഇങ്ങനെ പല അടയാളപ്പെടുത്തലുകളും നടന്നു പോയിട്ടുണ്ട് എന്നത് ചരിത്ര വസ്തുതയാണ്. അല്ലാഹുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു അടയാളങ്ങളിൽ വളരെ പ്രധാനമാണ് നമ്മുടെ ചുറ്റുപാട്. ഈ ചുറ്റുപാടിന്റെ വ്യതിയാനങ്ങളും വ്യത്യസ്തതകളും നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല എന്നത് ഏറെ ബോധ്യപ്പെടുന്ന പ്രകടമായ ലക്ഷണങ്ങൾ, ഏത് സാധാരണക്കാർക്കും ബോധ്യപ്പെടുന്ന പ്രകടമായ ലക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ, വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത് എന്ന് പ്രവാചകരോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല എന്നതാണ്. ഈമാൻ കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഗുണകരമായതും നമുക്ക് ഉപദ്രവകരമായ കാര്യങ്ങളുമൊക്കെ അത് അല്ലാഹ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അല്ലാഹ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടുന്ന ആ ഒരു മഹാശക്തിയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നതാണ് എന്ന ഒരു മാനസിക തലം എനിക്കുണ്ടാവുക എന്നതാണ്. നാം ഉടുത്ത വസ്ത്രം, നാം നേടിയ സമ്പത്തുകൾ, നാം നേടി നമ്മുടേതെന്ന് പറയുന്ന നമ്മുടെ അനുഗ്രഹങ്ങൾ, അത് നമ്മുടേത് എന്ന് നമ്മൾ പറയുന്നതിനും ഒരു അർത്ഥപരിധിയുണ്ട് എന്ന ചിന്താഗതിയാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. നമ്മുടെ കൂടെയുള്ള മറ്റുള്ള മനുഷ്യരുടേതല്ല എന്നേ അതിനർത്ഥമുള്ളൂ. ആ നമ്മുടേത് എന്ന് പറയുന്നതും ഒരു ന്യൂനതയുള്ള വർത്തമാനമാണ്. നമ്മുടേത് എന്ന് പറയാൻ നമുക്കൊന്നുമില്ല എന്ന വലിയ അർത്ഥത്തിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ദൈവത്തിന്റെ, ഇലാഹിന്റെ, പ്രപഞ്ച സൃഷ്ടാവിന്റെ ഇടപെടലുകളുടെ അർത്ഥതലങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ചുയരുന്നത്. കിടന്നുറങ്ങുമ്പോൾ സുഖമായി രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വിചാരിതമായി മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ ഉണ്ടായ ആ ഉരുൾപൊട്ടലിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ, പിഞ്ചുമക്കൾ, ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെട്ടവർ, ബന്ധുക്കൾ നഷ്ടപ്പെട്ടു, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരാരുമില്ലാതെ ഒറ്റപ്പെട്ട് ക്യാമ്പുകളിൽ ജീവിതം ഹോമിക്കപ്പെട്ടു പോകുമ്പോൾ
അവരുടെ മനസ്സിലകത്തളത്തിൽ കെട്ടിനിൽക്കുന്ന ഈ ചുറ്റുപാടിനോടുള്ള വേദനയുടെ അളവ്, അതിന്റെ ആഘാതം എത്രയെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷണങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും വലിയ വലിയ അധ്യായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തപ്പെടുമ്പോഴും അള്ളാഹുവിലേക്ക് തീർത്തും ഒരു പോസിറ്റീവായ ചിന്താഗതിയോടുകൂടെ എല്ലാ പരീക്ഷണങ്ങളെയും നേരിടണമെന്ന വളരെ വളരെ ചിന്തോദ്ദീപകമായ സന്ദേശമാണ് അള്ളാഹു ഖുർആനിലൂടെ നൽകുന്നത്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, നബിയെ തങ്ങൾ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു നിശ്ചയിച്ച കാര്യമല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വന്നു ഭവിക്കുകയില്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് യുദ്ധരണാങ്കണത്തിലേക്ക് പുണ്യപ്രവാചകന്റെ കൂടെ കടന്നു വരാത്ത മുനാഫിക്കുകളോട് മറുപടി പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. അതിൽ വലിയൊരു ഒരു കരുത്തുണ്ടത്. അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ച രൂപത്തിൽ ജീവിതത്തിന്റെ മാർഗങ്ങൾ തേടി അലയുമ്പോൾ വന്നു ഭവിക്കുന്ന ആപത്തുകളൊന്നും ആ തേടിപ്പോയ ജീവിതത്തിന്റെ മാർഗത്തിന്റെ കുഴപ്പമല്ല. അള്ളാഹു നിശ്ചയിച്ചൊരു തീരുമാനം അങ്ങനെയാണ്. 4-ാം മാസത്തിൽ ഉമ്മയുടെ ഗർഭത്തിന്റെ, ഉമ്മയുടെ ഉദരത്തിൽ നിനക്ക് ആത്മാവ് ഊതപ്പെടുമ്പോൾ നിന്റെ ഈ റൂഹ് ഏറ്റി നടക്കുന്ന ഈ ഭൗതിക ശരീരം എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ മൃതി അടയണമെന്ന് തീരുമാനിക്കപ്പെട്ട വിഷയമാണ്. അതിനൊരിക്കലും ഒരു ഉരുൾപൊട്ടലിനോ ഒരു യുദ്ധമുഖത്തുള്ള തീവ്രമായ ഇടപെടലുകൾക്കോ അല്ലെങ്കിൽ നാം ജീവിച്ച പ്രദേശത്തിന്റെ സ്വഭാവഗതികൾക്കോ നിർണയിക്കാൻ പറ്റുന്നതല്ല. അതൊക്കെ പ്രപഞ്ച സൃഷ്ടാവ് ആദ്യമേ നിശ്ചയിച്ച, മനുഷ്യന് യോജിച്ചതല്ല, അവന്റെ വിശ്വാസത്തിന് യോജിച്ചതല്ല. അപ്പൊ ഇവിടെ മാറേണ്ടത് പ്രകൃതിയുടെ ഇത്തരം സ്വഭാവങ്ങളോ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഇത്തരം വികൃതികളോ അതിലൂടെ അള്ളാഹുവിനെയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെയും ഔലിയായിന്റെയും മുഇസ്സത്തിനെയോ കറാമത്തിനെയോ പരിഹസിക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മളുടെ മനോഭാവത്തിന്റെ മാറ്റമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. നമ്മൾ ഇങ്ങനെയാണ് ഈ പ്രകൃതിയുടെ സ്വഭാവമെന്ന് നമ്മൾ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന വികൃത ചിന്താഗതികളാണ് അതൊക്കെ. ദൈവത്തെ ചോദ്യം ചെയ്യുന്നവർ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ചോദ്യം ചെയ്യുന്നവർ, ഈ പ്രപഞ്ചത്തിനെ നയിക്കുന്ന അത്യത്ഭുതകരമായ സംഭവ വികാസങ്ങളെ കൊച്ചാക്കി കാണുന്നവർ, അവരൊക്കെ അവരുടെ മനോഭാവത്തിന്റെ വികൃത രൂപത്തെ പുറത്തെടുക്കുകയാണ്. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയങ്ങളാണ് ഇതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ നടക്കുന്നത്. ഇവിടെ എന്ത് അത്ഭുതം നടന്നാലും, എന്ത് നല്ലത് നടന്നാലും, എന്ത് മോശപ്പെട്ടത് നടന്നാലും ഒക്കെ അത് ഈ പ്രകൃതിയുടെയും ഈ സംഭവ വികാസങ്ങളുടെയും പിന്നിലൊക്കെ അല്ലാഹുവിന്റെ ഒരു ഖദറാണ്. വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല എന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇത്തരം സംഭവങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനേന നമ്മൾ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പല വിധത്തിലുള്ള പ്രയാസങ്ങളും അനുഭവപ്പെടുമ്പോ ടോട്ടലി ഇവിടെയൊക്കെ മനുഷ്യന്റെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കേണ്ട പ്രത്യേകമായ ഒരു പോസിറ്റീവ് എനർജി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അവനാണ് യഥാർത്ഥ മുഅ്മിൻ, അല്ലെങ്കിൽ അങ്ങനെ വളർത്തിയെടുക്കുന്നവനാണ് മുഅ്മിൻ. കാരണം ചലഞ്ചുകൾ, വെല്ലുവിളികൾ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച് അതിനെ മറികടക്കാനുള്ള ഒരു പ്രത്യേകമായ മാനസിക ശക്തി, ഇച്ഛാശക്തി അത് മനുഷ്യരിൽ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണ് ഈ പ്രകൃതി അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സംവിധാനം ഇങ്ങനെ ആകുമ്പോൾ അതിനനുസരിച്ച് മനുഷ്യന്റെ മനസ്സിനെ രൂപപ്പെടുത്തി പാകപ്പെടുത്തിയെടുത്തുകൊണ്ട് അതിൽ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ത്വര നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ വഹയിന്റെ വെളിച്ചത്തിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നു. ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ പാഠങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മരണപ്പെട്ടവർ മോശക്കാരെന്നോ മരണപ്പെട്ടവർ നല്ലവരെന്നോ നമ്മൾ ഇതുകൊണ്ട് വിധേയപ്പെടുകയല്ല. പക്ഷെ ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ഇനിയുള്ള ജീവിതത്തിന്റെ മുന്നിൽ നമുക്ക് ഇതൊരു വെളിച്ചമാകാൻ അല്ലാഹു ഇങ്ങനെ ഇടക്കിടക്ക് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഭൂമി ഇടിച്ചിലുകളും ഭൂമി വിഴുങ്ങലുകളും മറ്റുള്ള അപകടങ്ങളൊക്കെ കടന്നു വരുന്നതിന് നിദാനമാകുന്ന ഏതാനും കാരണങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരിവരിയായി 15 സംഭവ വികാസങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ലോകത്തുള്ള മനുഷ്യർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ റീഹൻ ഹംറാ, നല്ല ചുടുകാറ്റിനെ, അതുപോലെ തന്നെ ഭൂമി വിഴുങ്ങലും ഭൂമി ഇടിച്ചിലുകളും ഉരുൾപൊട്ടലുകളും മനുഷ്യൻ ജീവനോടെ മണ്ണിന്റെ ആഴിയിലേക്ക് ജീവനോടെ കുഴിച്ചുമൂടപ്പെടലുകളും വരുന്ന അപകടങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞെടുത്ത
കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു വലുബിസത്തിൽ ഹരീർ, പട്ടുവസ്ത്രങ്ങൾ ധരിക്കപ്പെടുന്നു, വശുരിബത്തിൽ ഹുമൂർ, മദ്യപാനങ്ങൾ, ലഹരി വസ്തുക്കൾ നിരന്തരമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനത്തെ ഒരു ജനത ഇത്തരം അപകടങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവലഹാ, ഈ ജനത അവസാന നാളിൽ വരുന്നവർ കഴിഞ്ഞുപോയ ജനതയെ ശപിക്കുന്നു. കഴിഞ്ഞുപോയ തലമുറ വിവരമില്ലാത്തവർ, കഴിഞ്ഞുപോയ തലമുറക്ക് ദീൻ തിരിയാത്തവർ, മതം തിരിയാത്തവർ, അവർ കൊണ്ടു നടന്ന ആചാരാനുഷ്ഠാനങ്ങൾ പിഴച്ചത് എന്ന് അവസാനം വരുന്ന ഒരു ഉമ്മത്ത് കഴിഞ്ഞുപോയ ജനതയെ ആക്ഷേപിച്ച് അവർ നല്ല വെള്ള ചമയാൻ മുതിരുകയാണെങ്കിൽ അത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ അല്ലാഹു കൊണ്ടുവരുന്നതിലേക്ക് ക്ഷണിക്കുന്ന വലിയ ലക്ഷണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീന്റെ വെളിച്ചത്തിൽ പ്രവാചകന്റെ നാവിലൂടെ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അവസാന നാൾ വരുന്തോറും മതത്തിന്റെ വിഷയത്തിൽ, ആത്മീയതയുടെ വിഷയത്തിൽ ജനങ്ങൾ മോശപ്പെട്ട വഴിയിലേക്ക് പോകുകയല്ലാതെ പുതിയൊരു മതത്തെ തേടി അലയാൻ പാടില്ല. മതത്തിന്റെ കൃത്യമായ അവതരണങ്ങളും കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങളും മുൻ തലമുറ എങ്ങനെയാണോ ജീവിച്ചു കാണിച്ചത് അത് നേരെ കോപ്പി ചെയ്യുക, അത് നേരെ പകർത്തുക എന്നതിനപ്പുറം അതിൽ യുക്തിചിന്ത കടത്തിക്കൊണ്ട് മതത്തിന്റെ വികൃതമാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു കോപിക്കും. അള്ളാഹുവിന്റെ കോപം ഇത്തരത്തിൽ ഉണ്ടായിത്തീരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പിന്നെയോ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വേറെ അനുസരണയോടെ കാണപ്പെടേണ്ട ശക്തി അവന്റെ മാതാവും പിതാവുമാണ്. അവൻ മാതാവിനെയും പിതാവിനെയും അവന്റെ മാതാപിതാക്കളെ വെറുപ്പിച്ചു മാറ്റി നിർത്തിയിട്ട് താൻ ഇന്നലെ മാറിപ്പുണർന്ന തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിതത്തെ മുഴുവനുമായി കീഴ്പ്പെടുത്തി കൊടുക്കുക, അതിലൂടെ മാതാപിതാക്കളെ വെറുപ്പിക്കുക, മാതാപിതാക്കൾക്ക് അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാതെ മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ട് പോലും തന്റെ ഭാര്യയുടെ തൃപ്തി നേടാനുള്ള ശ്രമങ്ങൾ നടത്തുക. കുടുംബത്തിന്റെ പ്രത്യേകമായ ഒരു നിയമസംഹിത ഇസ്ലാം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. ഒരു കൂട്ടായ്മയുടെയും ഒരു ഉൾക്കൊള്ളലിന്റെയും ഒരു ആദരിക്കേണ്ടവരെ ആദരിക്കുന്നതിന്റെയും ഒരു ഇൻക്ലൂസീവ്നെസ്, ഒരു ഉൾക്കൊള്ളലാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭാര്യയെ പീഡിപ്പിക്കണമെന്നോ ഭാര്യയുടെ അവകാശങ്ങൾ അവഗണിക്കപ്പെടണമെന്നോ ഇസ്ലാം പറയുന്നില്ല. പക്ഷെ ഇതിനെ എല്ലാം കൂടി ഇൻക്ലൂസീവ്നെസ് ചെയ്തുകൊണ്ട് ഉമ്മക്കുമ്മയുടെ അവകാശവും ഉപ്പക്കുപ്പയുടെ അവകാശവും ഭാര്യയ്ക്ക് ഭാര്യയുടെ അവകാശവും അവർക്ക് അവരുടെ താല്പര്യങ്ങളും എല്ലാം ഒരുപോലെ ബാലൻസ് ചെയ്ത് പോകാൻ സ്ത്രീ വിഭാഗത്തിന്റെ മേൽ സുശക്തമായി പെരുമാറാനുള്ള ശക്തി കേന്ദ്രീകരിക്കപ്പെട്ടത് അത് പുരുഷനാകുന്ന അവനിലാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ സയൻസ് അത് അംഗീകരിക്കുന്നു, ശാസ്ത്രം അത് സമ്മതിക്കുന്നു. ആ ഒരു ബാലൻസിങ്ങിനുള്ള കപ്പാസിറ്റി അത് പുരുഷനാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. അവന്റെ സൈക്കോളജിക്കലായ, അവന്റെ ബയോളജിക്കലായ ഒരു ഘടനയുണ്ടല്ലോ, അത് അതിന് പറ്റിയതാണ്. ആ നിലക്കുള്ള ഇമോഷണലി ബാലൻസ് ആയി പോകാൻ, വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കാൻ ഒരു സ്ത്രൈണതയ്ക്ക് സാധിക്കുന്നതിനേക്കാൾ ഒരു പൗരുഷത്തിന് സാധിക്കുമെന്ന ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ലോകത്ത് ഇസ്ലാമിക കുടുംബ വ്യവസ്ഥയും മാനുഷിക ബന്ധങ്ങളുടെ കെട്ടുറപ്പുകളെയും എങ്ങനെ മുന്നോട്ട് നോക്കി കാണണമെന്നതിനെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ പാഠഭാഗങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. ഒരു കളക്ടിവിസം, ഒരു ഉൾക്കൊള്ളലാണ്, ഒരു ഇൻഡിവിജ്വലിസം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഞാനും എന്റെ സ്വന്തവും എന്റെ ശരീരവും എന്റെ അഭിപ്രായവും അതിന്റെ സന്തോഷവും എന്റെ സന്തോഷവും മാത്രം ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്നു എന്നുകളുടെ ആ നിറഞ്ഞുകൊള്ളുന്ന സദസ്സുകളിൽ ആരവം മുഴക്കാനും ഉദ്ഘാടനം ഗംഭീരമാക്കാനും തടിച്ചു കൂടുന്നത് അവിടെ മുസ്ലിം ചെറുപ്പക്കാരാണ്. മലബാറിന്റെ സമൂഹത്തിൽ അനിവാര്യതയാണ് എന്ന് പഠിപ്പിക്കുന്നത് അത് പടിഞ്ഞാറൻ കൾച്ചറിന്റെ കടന്നുവരവാണ്. അത് പടിഞ്ഞാറൻ കൺട്രീസിൽ നിന്ന് വരുന്ന വരവാണ്. അവരുടെ സംസ്കാരത്തിൽ അവർ കണ്ടുമുട്ടുമ്പോൾ ഹഗ് ചെയ്യുന്നു, അത് അവിടുത്തെ കൾച്ചറാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനൊരു കൾച്ചർ ഉണ്ട്. അത് ഭൂമിയുടെയും പ്രദേശത്തിന്റെയും സമൂഹത്തിന്റെയും ഘടനകൾ മാറുന്നതിനനുസരിച്ച് മാറ്റാൻ പറ്റിയതല്ല. ഇസ്ലാം ഒരു കൺസിസ്റ്റൻസിയായ, ഒരു സ്ഥിരമായ, ഒരു സ്റ്റേബിളായ ഒരു കൾച്ചറിനെ ലോകത്ത് അമ്പിയാക്കളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അവൻ താമസിക്കുന്ന പ്രദേശം, അവൻ താമസിക്കുന്ന സ്ഥലം, അവൻ താമസിക്കുന്ന അവന്റെ സാഹചര്യം, ഇതൊക്കെ മാറുമ്പോ ജീവിതത്തിന്റെ രീതി മാറ്റുക എന്നത് അവന്റെ വിശ്വാസം ഉറച്ചിട്ടില്ല എന്നതിന്റെ പ്രകടമായ തെളിവാണ്. നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ സാഹചര്യങ്ങൾ അത് മാറുന്നതിനനുസരിച്ച് നമ്മുടെ സംസ്കാരത്തിൽ മാറ്റം വരുന്നുവെങ്കിൽ നമ്മൾ ഇസ്ലാമിനെ അറിഞ്ഞിട്ടില്ല, നമ്മൾ യഥാർത്ഥ ജ്ഞാനിയായിട്ടില്ല. നമ്മുടെ ജ്ഞാനം കിടക്കുന്നത് ബിൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല വകുതുബിഹി വറുസുലിഹി വമലായികതിഹി വബില്ലാഹി വബിൽ യൗമിൽ ആഖിരി. അന്ത്യനാൾ